ഉതകുന്ന തരത്തിൽ ഒരു ട്രെയിനിങ് ക്യാമ്പാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ നിങ്ങൾക്കത് ചെയ്യാൻ സാധിച്ചു എന്ന് മനസ്സിലാക്കുന്നു. ഞാൻ പഠിച്ചത് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അപ്പോൾ അവിടെ 4th സ്റ്റാൻഡേർഡ് മുതൽ സ്പോർട്സിന് ഇറങ്ങിയ ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ അമ്മ എന്ന് പറയുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ വീട് വിട്ട് പുറത്തോട്ട് അങ്ങനെ പോകാൻ എപ്പോഴും എല്ലാവരെയും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു പാവം അമ്മയാണ്. ഞങ്ങളെ പട്ടി ചത്താൽ വിളിക്കുന്നു, ഞങ്ങളെ പൂച്ച ചത്ത് കിടന്നാൽ വിളിക്കുന്നു, വേസ്റ്റ് ഇട്ടാൽ വിളിക്കുന്നു, ഓട പൊട്ടിക്കിടന്നാൽ ഞങ്ങളെ വിളിക്കുന്നു. ഇതൊക്കെയാണോ ഇതൊക്കെയാണ് കൗൺസിലർ? കാരണം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഞങ്ങളുടെ പ്രതീക്ഷ, നമ്മുടെ രാജ്യത്തിന്റെ പ്രതീക്ഷയാണ്. നമ്മുടെ രാജ്യം 100ാമത് സ്വാതന്ത്ര്യത്തിന് 100ാമത് വർഷം ആഘോഷിക്കാൻ പോകുന്ന വേള 2047 ആകുമ്പോൾ, അപ്പോൾ അതിനോടനുബന്ധിച്ച പ്രതീക്ഷ 2047 എന്നൊരു പേരുണ്ട്. അപ്പോൾ കാരണം നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞ പോലെ നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്ന യുവജനങ്ങളാണ്. ഒരുപാട് പ്രതീക്ഷയുണ്ട് നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ നാടിനൊക്കെ തന്നെ ഓരോരുത്തരോടുകൂടി നല്ല പ്രതീക്ഷയോടുകൂടി ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു പേര് സജസ്റ്റ് ചെയ്തത്. ഒരു ട്രെയിനിങ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് ലാസ്റ്റ് ദിവസമാണ്, കഴിഞ്ഞ 2 ദിവസം 3ാമത്തെ ദിവസമാണ്. ഈ ഒരു 3ാമത്തെ ദിവസം അവസാനത്തോടെ അടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മിസ് ചെയ്യും. എനിക്ക് തോന്നുന്നു ഇവിടെ വന്നത് ഒരുപാട് സൗഹൃദങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഉണ്ടായേക്കാം അല്ലേ? ഈ 3 ദിവസം കൊണ്ട് നിങ്ങളാൽ കഴിയുന്ന ഏറ്റവും നല്ല സൗഹൃദവും ആത്മാർത്ഥമായിട്ടുള്ള നല്ലൊരു ക്യാമ്പും അറ്റൻഡ് ചെയ്തു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇങ്ങനൊരു ക്യാമ്പ് കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിട്ടുള്ള ശ്രീ ചെമ്പഴന്തി ഉദയൻ അവർകൾ കുറേ നാളുകളായിട്ട് ഇങ്ങനൊരു നമ്മളോട് ഇങ്ങനെ പറയുകയായിരുന്നു, നമ്മുടെ യുവജനങ്ങളെ നമ്മൾ ഇയർലി എങ്കിലും നമ്മൾ വിളിച്ചു കൂട്ടി ഇങ്ങനെ ഒരു ക്യാമ്പുകൾ, അവർക്ക് ആത്മവിശ്വാസം നൽകുന്ന, അവർക്ക് നേതൃപാഠവം കൊടുക്കുന്ന ഒരു ക്യാമ്പുകൾ കണ്ടക്ട് ചെയ്യണം, അവർക്ക് മോട്ടിവേഷൻ കൊടുക്കുന്ന ക്ലാസ്സിൽ കണ്ടക്ട് ചെയ്യണം. നമുക്ക് എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ പലർക്കും അപ്പം നമുക്ക് എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മുടെയൊക്കെ കുറേ നാളുകൾക്ക് മുമ്പ് നമ്മുടെയൊക്കെ വാർഡിൽ പ്രളയമൊക്കെ വന്നിരുന്നു. ആ സമയത്ത് ഒരുപാട് പേര് സഹായിക്കുവാനും ഒക്കെ തന്നെ ഉണ്ട്. പക്ഷെ ഒരുപാട് കുഞ്ഞു കുട്ടികളടക്കം ആ സമയത്ത് സഹായിക്കാനും ഒക്കെ തന്നെ വന്നിട്ടുണ്ട്. പക്ഷെ പലർക്കും അത് എന്ത് ചെയ്യണം എന്നറിഞ്ഞൂടാത്തൊരു സാഹചര്യമായിരുന്നു. അപ്പോൾ സഹായിക്കണമെന്നുണ്ട്, പക്ഷെ അതെന്താണ് ചെയ്യേണ്ടത്, അതെന്ത് ചെയ്താൽ നമുക്കതൊരു നല്ല രീതിയിൽ അത് പ്രാവർത്തികമാക്കാൻ സാധിക്കുമെന്ന് പലർക്കും അറിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എല്ലാവർക്കും ഉതകുന്ന തരത്തിൽ ഒരു ട്രെയിനിങ് ക്യാമ്പാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ നിങ്ങൾക്കത് ചെയ്യാൻ സാധിച്ചു എന്ന് മനസ്സിലാക്കുന്നു. ഇന്ന് രാവിലെ ഒരു ക്ലീനിങ് സെക്ഷൻ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്, ശ്മശാനത്തിൽ. അപ്പോൾ ഓക്കെ അല്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? അപ്പോൾ ഇനിയും നമ്മൾ തിരുവനന്തപുരം നഗരസഭയുടെ ഭാഗത്തുനിന്ന് നമ്മൾ എന്തെങ്കിലും കാര്യത്തിനും ഒക്കെ തന്നെ വിളിച്ചാൽ, ഇതുപോലെ ട്രെയിനിങ്ങിന് മാത്രമല്ല നമ്മളെ സഹായിക്കുവാൻ, അതൊരു ക്ലീനിങ് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചു, നമ്മളെ സഹായിക്കുവാനും നമ്മുടെ വാർഡ് തലത്തിൽ ഇറങ്ങി എന്തെങ്കിലും പ്രശ്നങ്ങളും ഒക്കെ തന്നെ വരുമ്പോൾ അഭിമുഖീകരിക്കാനും ഒക്കെ തന്നെ വിളിച്ചാൽ നിങ്ങളൊക്കെ ഓക്കെ അല്ലേ? നിങ്ങളൊക്കെ വരുമല്ലോ അല്ലേ? വരുമോ? ഓക്കെ, താങ്ക് യു. അതാണ് ഞങ്ങൾ എല്ലാവരും ഉദ്ദേശിച്ചത്. കാരണം പലർക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്, അറിയില്ല, മുന്നോട്ട് വരാൻ താല്പര്യമുണ്ട്, പക്ഷേ അതെങ്ങനെ മുന്നോട്ട് വരണം എന്നറിയാത്ത സാഹചര്യമാണ്. അതിൽ നിങ്ങളെല്ലാവരും മുന്നിൽ കൊണ്ടുവരാനാണ് ഞങ്ങൾ ശ്രമിച്ചത്. പിന്നെ രാഷ്ട്രീയം, ഇത് ഞാനിവിടെ വന്നപ്പോഴാണ് ഇങ്ങനൊരു വിഷയം, രാഷ്ട്രീയത്തിൽ സ്ത്രീകൾ മുന്നോട്ട് വരേണ്ടതിൻ്റെ ആവശ്യകത, സ്ത്രീകൾ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒക്കെ തന്നെ ഒരു വിഷയം എന്ന രീതിയിൽ സൂചിപ്പിച്ചത്. ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തന്നിട്ട് നിങ്ങളൊന്ന് കണ്ടിട്ട് പരിചയപ്പെട്ടിട്ട് നിങ്ങളൊക്കെ ട്രെയിനിങ് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചിട്ട് പോകാം എന്നത് കരുതിയാണ് വന്നത്. രാഷ്ട്രീയം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ തന്നെ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്ന ഒരു മേഖല തന്നെയാണെന്നാണ് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരിക്കലും രാഷ്ട്രീയത്തിലേക്ക് വരണമെന്ന് പറഞ്ഞ് ഞാൻ വന്നൊരു വ്യക്തിയല്ല. ഞാൻ വിമൻസ് കോളേജിൽ BSc കെമിസ്ട്രി കഴിഞ്ഞിട്ട് പിന്നീട് HDC ആൻഡ് BM കഴിഞ്ഞ് എൻ്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ എനിക്ക് യൂണിഫോം ജോലിയിൽ കയറണമെന്ന് തന്നെയായിരുന്നു എൻ്റെ മെയിൻ എയിം. കാരണം എൻ്റെ അച്ഛൻ പോലീസിലായിരുന്നു, എൻ്റെ ബ്രദർ CSFലാണ്. അപ്പോൾ ഫാമിലി മൊത്തം അതുപോലെ ഞങ്ങൾ കുഞ്ഞിലെ മുതലേ സ്പോർട്സ് ഫാമിലിയായിരുന്നു. അപ്പോൾ ഞാനായാലും അനിയനായാലും അച്ഛനായാലും അതുപോലെ എൻ്റെ വീട്ടിലെല്ലാവരും സ്പോർട്സുമായി ബന്ധപ്പെട്ടവരാണ്. അപ്പോൾ സ്കൂളിൽ 4th സ്റ്റാൻഡേർഡ് മുതൽ ഞാൻ പഠിച്ചത് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അപ്പോൾ അവിടെ 4th സ്റ്റാൻഡേർഡ് മുതൽ സ്പോർട്സിന് ഇറങ്ങിയ ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ
ഞങ്ങൾക്കപ്പോൾ മന്നം ട്രോഫി എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. കാരണം മന്നം സ്കൂളുകളെല്ലാം തന്നെ ചങ്ങനാശ്ശേരിയിൽ വെച്ച് മന്നൻ കലോത്സവം നടക്കാറുണ്ട്, കലാകായിക മേള നടക്കാറുണ്ട്. അതാണ് മന്നം ട്രോഫി കലോത്സവം എന്ന് പറയുന്നത്, കലാകായികോത്സവം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് 4th സ്റ്റാൻഡേർഡ് മുതൽ ഞങ്ങൾ സ്പോർട്സിൻ്റെ രീതിയിൽ പ്രാക്ടീസും ഒക്കെ തന്നെയാണ്. ഞാൻ അത്ലറ്റ് ആയിരുന്നു. എൻ്റെ ഐറ്റം 100, 200 ലോങ് ജമ്പ് ആയിരുന്നു എൻ്റെ ഐറ്റം. അപ്പോൾ എനിക്ക് അതുകൊണ്ട് തന്നെ സ്പോർട്സിൽ കൂടുതൽ ഇതായതുകൊണ്ട് അച്ഛനാണ് പ്രാക്ടീസിന് കൊണ്ടുപോകുന്നതും ഒക്കെ തന്നെ. രാവിലെ 4 മണിക്ക് എണീക്കും, പ്രാക്ടീസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ക്ലാസ്സിൻ്റെ പീരീഡ് തന്നെ, സെക്കൻഡ് പീരീഡ് കഴിയുമ്പോൾ വീണ്ടും പ്രാക്ടീസിന് പോവുക, ഈവനിങ് വീണ്ടും പ്രാക്ടീസ്. അത് കഴിഞ്ഞ് കാരണം നമ്മുടെ ഉള്ളിൽ സ്പോർട്സിൽ നല്ല ഉന്നത നിലയിൽ എത്തുക എന്നുള്ളത് തന്നെയായിരുന്നു. പിന്നെ അച്ഛൻ തന്നെയായിരുന്നു കോച്ചും ഒക്കെ തന്നെ. അച്ഛൻ തന്നെ ആയിരുന്നത് കൊണ്ട് തന്നെ അച്ഛനായിരുന്നു റോൾ മോഡൽ. അച്ഛന് യൂണിഫോം ആയതുകൊണ്ട് തന്നെ ആ ഒരു അച്ഛനിലൂടെ തന്നെ ഒരു എന്തൊരു ഡിസിപ്ലിൻ ആയാലും ഒക്കെ തന്നെ അച്ഛനിലൂടെയാണ് ഞാനെല്ലാം പഠിച്ചത്. അപ്പോൾ എനിക്ക് അച്ഛൻ പോലീസ് ആയതുകൊണ്ട് തന്നെ അച്ഛൻ്റെ കൂടെ എല്ലാ പോലീസ് സ്റ്റേഷനിലും ഏകദേശം എല്ലായിടത്തും പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ കണ്ട് അതിൽ ഇഷ്ടപ്പെട്ട് പോലീസ് ആവണം എന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് പൊളിറ്റിക്സ് എൻ്റെ മുന്നിലേ ഇല്ലാത്തതൊരു ചാപ്റ്റർ ആയിരുന്നു. പിന്നീട് +2 കഴിഞ്ഞു, കോളേജ് കഴിഞ്ഞു, HDC and BM കഴിഞ്ഞു, ടെസ്റ്റുകൾ എഴുതി. അങ്ങനെ എനിക്ക് ഫസ്റ്റ് കിട്ടിയത് CASFൻ്റെ SI ആയിട്ടായിരുന്നു കിട്ടിയത്. പക്ഷേ ചില കാരണങ്ങൾ കാരണം പോകാൻ അന്ന് സാധിച്ചില്ല. മാരേജ് കഴിഞ്ഞ ആ സമയത്ത് ചെറിയൊരു പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് അപ്പോൾ പോകാൻ സാധിച്ചില്ല. പിന്നീട് കിട്ടിയത് സബ് ഇൻസ്പെക്ടറിൻ്റെ ടെസ്റ്റിലായിരുന്നു. പിന്നീട് സെക്രട്ടറി അസിസ്റ്റൻ്റ് കിട്ടി. പക്ഷേ ഇതൊന്നും പോകാൻ സാധിച്ചില്ല. ആ സമയത്ത് ആണ് എൻ്റെ മാമനായിരുന്നു. ഇപ്പോൾ ഞാൻ പാപ്പനോട് വാർഡിൻ്റെ കൗൺസിലറായിട്ടാണ് വന്നത്. എൻ്റെ മാമനായിരുന്നു ആ സമയത്തെ ആദ്യത്തെ കൗൺസിലർ. അപ്പോൾ ഞാനൊന്ന് ഇരുന്ന് പറഞ്ഞോട്ടെ, ചെറിയൊരു ബാക്ക് പെയിൻ ഉള്ളതുകൊണ്ടാണ്. ആ സമയത്ത് എൻ്റെ മാമനായിരുന്നു അവിടുത്തെ കൗൺസിലർ. മാമൻ 6 മാസം മാത്രമേ കൗൺസിലറായിട്ടുണ്ടായിരുന്നുള്ളൂ. മരിച്ചുപോയി. അത് ആ ഒരു ഇലക്ട്രിക് ഷോക്ക്, അതായത് അയൺ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഷോക്ക് അടിച്ച് മരണപ്പെട്ടു. അപ്പോൾ ഒരു ബൈ ഇലക്ഷൻ, സ്വാഭാവികമായിട്ടും ഒരാൾ മരണപ്പെട്ടാൽ ഒരു വാർഡിൽ ഒരു ബൈ ഇലക്ഷൻ ഉണ്ടാകും. അപ്പോൾ ബൈ ഇലക്ഷൻ വന്നപ്പോൾ അവിടെ ഒരു കാൻഡിഡേറ്റ് നിൽക്കണമെന്ന് പാർട്ടിയുടെ ആളുകളും ഒക്കെ തന്നെ നിശ്ചയിച്ചു. അപ്പോൾ ഒരു പുതുതായിട്ട് കിട്ടിയ വാർഡായതുകൊണ്ട് തന്നെ ആ കുടുംബത്തിൽ നിന്നുള്ള ആൾ തന്നെ നിൽക്കണം എന്ന് സൂചിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം പറയുന്നത് എൻ്റെ അമ്മയോടാണ് മത്സരിക്കാൻ പറയുന്നത്. എൻ്റെ അമ്മ എന്ന് പറയുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ വീട് വിട്ട് പുറത്തോട്ട് അങ്ങനെ പോകാൻ എപ്പോഴും എല്ലാവരെയും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു പാവം അമ്മയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഈ പൊളിറ്റിക്സും ഒന്നും താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ എന്നോട് മത്സരിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പൊളിറ്റിക്സിലേക്ക് വരുന്നത്. ഒരു ബൈ ഇലക്ഷനിലൂടിയിട്ടാണ് പൊളിറ്റിക്സിലേക്ക് 2016 കടന്നു വരുന്നത്. പാപ്പനോട് വാർഡിൻ്റെ കൗൺസിലറായിട്ട് 35 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അന്ന് ജയിച്ചു വന്നത്. പിന്നീട് വന്നപ്പോൾ ഞാൻ പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും കാരണം ഇതിന് എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു കൗൺസിലർ എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയത് ഏറ്റവും കൂടുതൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഏറ്റവും കൂടുതൽ ഓടി നടന്ന് രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് കൗൺസിലേഴ്സ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് പലപ്പോഴും പല കൗൺസിലർമാരും പുതുതായിട്ട് വന്ന കൗൺസിലർമാർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എന്നോട് പറഞ്ഞിട്ട് കൗൺസിലറെ ഞങ്ങളെ പട്ടി ചത്താൽ വിളിക്കുന്നു, ഞങ്ങളെ പൂച്ച ചത്ത് കിടന്നാൽ വിളിക്കുന്നു, വേസ്റ്റ് ഇട്ടാൽ വിളിക്കുന്നു, ഓട പൊട്ടിക്കിടന്നാൽ ഞങ്ങളെ വിളിക്കുന്നു. ഇതൊക്കെയാണോ ഇതൊക്കെയാണ് കൗൺസിലർ എന്ന് നമ്മൾ മനസ്സിലാക്കിയത് ആ സമയത്താണ്. ഞാൻ ജയിച്ചു വന്നപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യം ഞാൻ ബൈ ഇലക്ഷൻ കൂടി ആയിട്ടുള്ളത് കൊണ്ട് 6 മാസം കഴിഞ്ഞിട്ടാണ്. കാരണം എനിക്ക് മുമ്പ് വന്ന കൗൺസിലേഴ്സ് എല്ലാം തന്നെ പരിചിതമായ എല്ലാ എവിടെയാണ് ഏത് സെക്ഷനിൽ പോകണമെന്നും എങ്ങനെ കത്ത് കൊടുക്കണം എന്നൊക്കെ തന്നെ അവർ പഠിച്ചു. ഞാൻ 6 മാസം കഴിഞ്ഞ് വന്നതുകൊണ്ട് തന്നെ എനിക്ക് പഠിച്ചു വരാൻ കുറച്ച് താമസം എടുത്തു. അപ്പോൾ ഫസ്റ്റ് ഞാൻ വാർഡിൽ ജയിച്ചു വന്ന ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട വിഷയം തുടങ്ങി. കുടിവെള്ളം കിട്ടാത്ത ഒരു സാഹചര്യം തുടങ്ങി. അപ്പോൾ എനിക്ക് എവിടെ പോകണമെന്ന്, ആരോട് സംസാരിക്കണമെന്ന്, ആർക്ക് കത്ത് കൊടുക്കണമെന്നൊന്ന് പെട്ടെന്ന് വന്നത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു അറിയാത്ത സാഹചര്യം. ഞാൻ പല സ്ഥലത്തും പോയി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും പക്ഷെ കുടിവെള്ളത്തിന് പരിഹാരം ഉണ്ടാക്കാൻ സാധിച്ചില്ല. അപ്പോൾ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു സമരമൊക്കെ തന്നെയായിട്ട് അല്ലെങ്കിൽ ഒരു പ്രതിഷേധമൊക്കെ തന്നെയായിട്ട് വന്നു. അപ്പോൾ ഞാൻ ആ സമയത്ത് ഇതിനെക്കുറിച്ചൊന്നും അറിയാത്ത ഒരു വ്യക്തിയായതുകൊണ്ട് പെട്ടെന്ന് ഞാൻ തളർന്നു പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ എന്നെക്കൊണ്ട് ഇതൊന്നും പറ്റില്ല, ഞാൻ രാജിവെക്കാൻ പോവുകയാണ്, എനിക്ക് ഈ കൗൺസിലർ ജോലി പറ്റുന്ന ജോലിയല്ല എന്ന് ഞാൻ സൂചിപ്പിച്ചു. പക്ഷെ പിന്നീട് സംസാരിച്ചപ്പോൾ നമ്മുടെ പാർട്ടി നേതൃത്വത്തിൽ തന്നെ ഒരു വ്യക്തി എന്നോട് സൂചിപ്പിച്ചു, ഇത് തുടക്കമാണ്, കാരണം ഒരുപാട് വിഷയങ്ങൾ ഇതൊക്കെ നമുക്ക്
നമ്മളിതെല്ലാം ഒരു വിഷയം വരുമ്പോൾ ആ വിഷയത്തിൽ നിന്ന് നമ്മളെ ഒളിച്ചോടുകയല്ല വേണ്ടത്, ആ വിഷയത്തെ നമ്മൾ നേരിടുകയാണ് വേണ്ടത്. ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് മാറും എന്ന രീതിയിൽ സൂചിപ്പിച്ചു. അങ്ങനെ തന്നെ പിന്നീട് ആ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കാൻ സാധിച്ചു. അങ്ങനെ നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ വന്നു. അതിന് ഇറങ്ങി നിന്ന് നമ്മളൊരു പ്രോബ്ലം ഉണ്ടാക്കുമ്പോൾ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറിയാൽ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല, നമ്മൾ ഫെയിലിയർ ആയി പോകുള്ളൂ. നമ്മൾ പ്രോബ്ലം ഉണ്ടാകുമ്പോൾ അത് നിന്ന് നേരിടുക എന്നുള്ളതാണ്. അപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടായാലും നമ്മൾ നിന്ന്, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്ന് വരും, പക്ഷെ നമ്മൾ ആ സ്ഥലത്ത് പോയി നിന്ന് അതിനെ ഫേസ് ചെയ്ത് നമ്മൾ സംസാരിച്ച് അവരോടൊപ്പം തന്നെ നിന്ന് അവരിൽ ഒരാളായി നിൽക്കുമ്പോഴാണ് അവിടെ നമ്മൾ വിജയിക്കുന്നത്. ചിലപ്പോൾ ആ പ്രശ്നം നേരത്തെ സൂചിപ്പിച്ച പോലെ ആ പ്രശ്നം നമുക്ക് പൂർണ്ണമായിട്ട് പരിഹരിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല, പക്ഷെ നമുക്ക് അവരോടൊപ്പം നിന്ന് അവരുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ, പരിഹരിക്കാൻ മാക്സിമം നോക്കിയല്ലോ എന്ന് നമുക്ക് കൂടെ നിൽക്കാൻ സാധിച്ച് നമുക്കൊരു ചാരിതാർത്ഥ്യം ഉണ്ടാകും.